ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്. നിങ്ങൾക്കത് കേട്ടിട്ട് നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്നെ തെറി വിളിക്കാനാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്ന് ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അത് ചില ആളുകളുടെ കുരു പൊട്ടിക്കും. അത് ആരുടെ കുരുവാണ് പൊട്ടിക്കുന്നതെന്ന് അറിയാൻ ഈ വീഡിയോ മുഴുവൻ കണ്ടേ പറ്റുള്ളൂ. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. അത്യാവശ്യം നല്ലൊരു പനിയൊക്കെ അടിച്ച് സൈഡായിട്ടിരുന്ന അവസ്ഥയിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്തപ്പം അത് ഫസ്റ്റ് ഡേ തന്നെ കാണണം, ഫസ്റ്റ് ഷോ പറ്റിയില്ലെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ കുറേ എണ്ണമൊക്കെ തുടക്കത്തിൽ ഞാൻ കണ്ട സമയത്ത് കുറേ പേരൊക്കെ എന്ത് സിനിമയാണ്, എന്താണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്, മാഡ്നസ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ കുറേ പേര് ഭയങ്കര പോസിറ്റീവ്, കുറേ പേര് നെഗറ്റീവ്, ഇനി ഡീഗ്രേഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ക്യൂരിയോസിറ്റി ഭയങ്കരമായിരുന്നു. ആദ്യം തന്നെ പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു സിനിമ തിയേറ്ററിൽ വരുമ്പം അത് എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മൈൻഡ് പ്രിപ്പയർ ചെയ്തിട്ടാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. ഞാൻ എന്താണ് കണ്ടത്, ഇതിനൊക്കെ നമുക്കൊരു സിനിമ എന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ ഈ സിനിമ ആദ്യ ദിവസം തന്നെ കാണാനുണ്ടായ റീസൺ എന്താണെന്ന് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ദ വൺ ആൻഡ് ഓൺലി മോഹൻലാൽ. ആ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട്, അല്ലെ ആ മനുഷ്യനെ ഏത് രീതിയിലാണ് ഇവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ ആദ്യ ദിവസം തന്നെ പോയി കണ്ടത്. ടു ബി ബ്രൂട്ടലി ഓണസ്റ്റ്, മോഹൻലാലിനെ ഇത്രയും മോശമായിട്ടൊരു ക്യാമിയോയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കാണരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം വേറൊന്നുമല്ല, ഒരു ക്യാമിയോ ആണ്. ആ ക്യാമിയോയ്ക്ക് ആ മനുഷ്യനെ കിട്ടുമ്പോൾ അയാളെ പ്ലേസ് ചെയ്യേണ്ട ഒരു രീതിയൊക്കെ ഉണ്ട്. അങ്ങേരെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ കൊണ്ടുവന്നിടുക, ഒരുമാതിരി പന്ന ഡയലോഗുകൾ, ഒരു കൂതറ ഡയലോഗുകൾ അയാളെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് വേണ്ട. ആ ഉണ്ടാവുന്ന ഒരു ഓറ എന്നുള്ള സാധനം തല്ലിക്കെടുത്ത് ശരിക്കും ഒരു ലാഫിംഗ് സ്റ്റോക്കായിട്ട് മാറ്റുന്ന ഒരു അവസ്ഥയാണ് ആ സിനിമയിൽ ഞാൻ കണ്ടത്. അങ്ങേരെ കിട്ടിയ സ്ഥിതിക്ക് കുറച്ച് ആക്ഷൻ, അങ്ങേർക്കൊരു ആക്ഷൻ വിളയാട്ടത്തിനുള്ള പോസിബിലിറ്റി ഉള്ള സ്ഥലത്ത് പോലും മോഹൻലാലിന് പണ്ട് തൊട്ടേയുള്ള ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഈ ഗൺ ഫയറിങ് ഇങ്ങനത്തെ സാധനങ്ങളിൽ പുള്ളിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഇതൊരുമാതിരി തോക്കൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങേരെ യൂസ് ചെയ്യേണ്ട രീതി അറിയില്ലെങ്കിൽ അങ്ങേരെ ഇങ്ങനെ വിളിച്ചിടരുതൊരു പ്രോജക്റ്റിലേക്ക്. ദയവ് ചെയ്ത് ചെയ്യാൻ പാടില്ല. കാരണം ഹീ ഈസ് സംവൺ ഹു സോ ഇമ്പോർട്ടൻറ്റ് ഫോർ മലയാളം സിനിമ. ഇതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ സിനിമയെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് രണ്ട് പേരുകൾ, അതായത് ഈ സിനിമയുടെ റൈറ്റേഴ്സ് ഫഹീം സഫർ, നൂറിൻ ഷരീഫ്. നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദയവ് ചെയ്തിട്ട് സിനിമ റൈറ്റിംഗ് എന്നുള്ള സാധനം നിങ്ങൾ ഒറ്റ കാര്യം ഒന്നും ചെയ്യണ്ട. വെറുതെ ChatGPT ഒരു നല്ല സ്ക്രിപ്റ്റ് എഴുതി തരാൻ പറഞ്ഞാൽ ഞാൻ ഇതിലും നല്ല സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എഴുതിത്തരും. കാരണം മാഡ്നസ് ആണ്, ഓവർ ദ ടോപ്പ് പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് എന്തും എഴുതി വെക്കരുത്. മനുഷ്യന്മാർ തിയേറ്ററിൽ പോയിട്ട് വെറുതെ ഫൂളാവാൻ വേണ്ടിയിട്ടല്ല ആളുകൾ തിയേറ്ററിൽ പോകുന്നത്, മനസ്സിലായില്ലേ? ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമ ഒരു സാധാരണ സിനിമ പോലെ നിങ്ങൾ എടുത്തു വെച്ചിരുന്നെങ്കിൽ ഈ സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമായിരുന്നു. വേറെ ഒരു ഓവർ ദ ടോപ്പ് പരിപാടി, ഓവർ ദ ടോപ്പ് ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം മനുഷ്യന്മാർക്ക് ഒന്ന് കണക്റ്റ് ആവുന്ന രീതിയിൽ സാധനം എഴുതി വെക്കണം, മനസ്സിലായില്ലേ? ഇതൊന്നും ചെയ്യാതെ ഒരു സാധനം കൂടി പടച്ചു വിട്ടിട്ട് ഇത് ആളുകൾ കണ്ടോളും, ഇത് തിയേറ്ററിൽ എൻജോയ് ചെയ്തോളും, ഇടയ്ക്ക് കുറേ പഴയ നൊസ്റ്റു പാട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് കൊഴിപ്പിച്ച് കഴിഞ്ഞാൽ മതി, തിയേറ്ററിൽ ആളുകൾ തുള്ളിക്കളിച്ചോളും. 3 ദിവസം ഉണ്ടാവും തുള്ളിക്കളിക്കൽ, 3 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാശ് കൊടുത്തിട്ട് ആളെ കെട്ടി വരും. ഒരു സ്ക്രീൻ പ്ലേ ആണ് നിങ്ങൾ എഴുതുന്നത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അതോ ബിഗ് നെയിംസ് ഓഫ് ദി ഇൻഡസ്ട്രി. ദിലീപ് എത്ര ഫ്ലോപ്പുകൾ ഉണ്ടായി കഴിഞ്ഞാലും ദിലീപ് ഇസ് സ്റ്റിൽ എ വെരി വാല്യൂഡ് സ്റ്റാർ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ആ മനുഷ്യനും പിന്നെ മോഹൻലാൽ, ഈ 2 പേരെയും കിട്ടിയിട്ട് എന്ത് അപരാധമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതിന് കൂടുതലൊന്നും പറയാനില്ല ഈ സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട്. ഇത്രയ്ക്കും വേസ്റ്റ് ആയിട്ടുള്ള റൈറ്റിങ്ങും ഈ വർഷം എന്നല്ല കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ വളരെ ജെനുവനായിട്ടാണ് പല ആളുകളും പറഞ്ഞിരിക്കുന്നത്. ഇത്ര മോശം റൈറ്റിങ് കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് ആകെ എനിക്ക് കുറച്ചെങ്കിലും ഈ സിനിമയിൽ നിന്ന് കണ്ടിരിക്കാൻ ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തത് ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് വലിയൊരു കുഴപ്പമില്ലാണ്ടാണ് പോയിരിക്കുന്നത്. ഒരു സ്ക്രീൻ പ്ലേ ഗിമ്മിക്കും കൊണ്ടുമല്ല, പെർഫോമൻസ് കൊണ്ടാണ്. കാരണം വിനീത് ശ്രീനിവാസൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സ്, ബൈജു ഒക്കെ അത്യാവശ്യം ബൈജുവിന് കൊടുത്ത റോള് ബൈജു അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാം. പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കട്ട്സ്, സിനിമാറ്റോഗ്രാഫി വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സൗണ്ട്, ഇത്ര മോശം സൗണ്ട് മിക്സ് അടുത്ത കാലത്തൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി വളരെ ലോ ആണ് ഈ സിനിമ. പിന്നെ പറയുകയാണെങ്കിൽ എഡിറ്റിംഗ് പറഞ്ഞ പോലെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നത് കൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ലാഗില്ല എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഒന്ന് ശ്വാസം എടുക്കാനുള്ള സമയം പോലും തരുന്നില്ല. കാരണം എല്ലാ സിനിമയും കാച്ചറമയം. പിന്നെ ഒരു ലോഡ് ആളുകളുടെ എൻട്രി ഉണ്ട്. ദേവനെ പിടിച്ചിട്ടിട്ടുണ്ട്, ദേവൻ്റെ പഴയ ഡയലോഗുകൾ, റിയാസ് ഖാൻ, സലീം കുമാർ, എന്താ ഒരു ആക്ടേഴ്സ് ഉണ്ട്.
ഇവരെയൊക്കെ പിടിച്ചിട്ട് എന്ത് കാര്യത്തിന്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും, കാരണം ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ തിങ്ക് ചെയ്തിട്ട് ഒന്നും നമുക്ക് തിയേറ്ററിലേക്ക് പോകാൻ പറ്റില്ല. ഒരു പുതിയ സിനിമ ഇറങ്ങുന്നു, ആ സിനിമയിൽ എനിക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയുടെ മുഖം ഉള്ളതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ആ സിനിമ കാണുന്നത് ഡിസൈഡ് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ ആ വ്യക്തി മാത്രമല്ല, ആ സിനിമ എനിക്ക് അല്പമെങ്കിലും ഈ സിനിമയിൽ ഓക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്ത രീതി വെച്ചിട്ട് സാറ്റിസ്ഫൈഡിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വിനീത് ശ്രീനിവാസനെയാണ്. ധ്യാൻ ശ്രീനിവാസൻ വന്നു, ധ്യാൻ ഉള്ള സമയത്ത് വലിയ സംഭവമായിരുന്നു കാര്യമൊക്കെ പറഞ്ഞു എടുത്ത് എന്ത് തേങ്ങയാണ് ധ്യാൻ ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് കാര്യമായിട്ട് ഓർത്ത് വയ്ക്കാനുള്ള ഒരു സീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഓർത്ത് വെക്കാനുണ്ടായിരുന്നു. ഈ ക്യാരക്ടേഴ്സിന് പേര് കൊടുത്തിരിക്കുന്നത് ഗില്ലി ബാല, മോഹൻലാലിൻ്റെ പേരാണ്. This film doesn't deserve a theater watch. Trust me when I say this. ഈ സിനിമ ഒരു തിയേറ്റർ വാച്ച് അർഹിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് കുറച്ച് നേരം തുള്ളിക്കളിക്കണം, കുറച്ച് നേരം തിയേറ്റർ സ്ക്രീനിൽ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണം. ഒരു എന്താ പറയുക, നമുക്കൊന്ന് ചില്ലായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു അഴിഞ്ഞാട്ടം നമുക്ക് തിയേറ്ററിൽ നടത്തണം എന്നാണെങ്കിൽ നിങ്ങൾ പോയിക്കോ, തിയേറ്ററിൽ പോയിട്ട് തിയേറ്ററിലെ സീറ്റ് ചവിട്ടി പൊളിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്തോളും. അതിൻ്റെ കാശ് അവർക്കും പോയി കിട്ടും, തിയേറ്ററിൽ പടം കാണുന്ന കാശ് നമുക്കും പോയി കിട്ടും. അതല്ലാണ്ട് ദിസ് ഇസ് നത്തിങ് but a piece of. That's all from Jody speaking. Bye bye.